ഹാഥ്രസ് ദുരന്തത്തിലെ മുഖ്യപ്രതി ദേവ് പ്രകാശ് മധുകർ കീഴടങ്ങി എന്ന് വക്കീൽ. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് ഇയാൾ കീഴടങ്ങിയത്. പരിപാടിയുടെ മുഖ്യ സംഘാടകനാണ് മധുകർ. ആൾ ദൈവം ഭോലെ ബാബ ഉത്തർപ്രദേശിലെ മെയിൻപുരിയിലാണ് ഉള്ളത്. ദുരന്തത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഭോലെ ബാബ പറഞ്ഞു. हम 2 जुलाई की घटना के बाद बहुत ही व्यथित हैं एवं प्रशासन पर भरोसा बनाए रखें। हमें विश्वास है जो भी उपद्रवकारी हैं वो बख्शे नहीं जाएंगे। വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ പ്രധാന യോഗത്തിന്റെ നടത്തിപ്പുകാരനാണല്ലോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇനിയുള്ള ഈ കേസിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? ഭോലെ ബാബ അപ്പോഴും പറയുന്നുണ്ട് ഈ കാരണക്കാരായവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന്. ഗുഡ് മോർണിംഗ്. ഒരു അനുശോചന സന്ദേശം പോലെയാണ് ഈ ഭോലെ ബാബയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനായിട്ടുള്ള ദേവപ്രകാശ് മധുകർ പോലീസിന് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നത്. അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദേവപ്രകാശ് മധുക്കറിനെ കോടതിയിൽ ഹാജരാക്കി മറ്റ് തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. വിശദമായി മറ്റ് പ്രതികൾക്കൊപ്പം ഇരുത്തി അടക്കം ചോദ്യം ചെയ്യുന്ന അടക്കം വിശദമായിട്ടുള്ള നടപടികളിലേക്ക് എന്തായാലും ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കടക്കുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ 80,000 പേർക്ക് മാത്രം അനുമതി വാങ്ങിയിരുന്ന പരിപാടിയിലേക്ക് 2.5 ലക്ഷം പേര് എങ്ങനെ എത്തി എന്നുള്ള കാര്യങ്ങൾ അടക്കം വിശദമായി ചോദ്യം ചെയ്ത് മനസ്സിലാക്കണം. അതേസമയം തന്നെയാണ് ഈ ഭോലെ ബാബയുടെ ആദ്യ പ്രതികരണം വരുന്നത്. ആളിപ്പോഴും ഒളിവിൽ തന്നെയാണ്. മെയിൻപുരി എന്ന സ്ഥലത്താണ് പുള്ളി ഉള്ളതെന്ന് പറയുന്നു. മെയിൻപുരിയിലാണ് ഈ ഭോലെ ബാബയുടെ പ്രധാന ആശ്രമമുള്ളത്. ആശ്രമത്തിനകത്തേക്ക് എന്തായാലും പോലീസിന് ഇപ്പോൾ പ്രവേശനമില്ല. പോലീസിന്റെ വലിയ സന്നാഹം തന്നെ ആശ്രമത്തിന് പുറത്തുണ്ട്. ഒരു വാർത്താ ഏജൻസിക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് ഈ അനുശോചന സന്ദേശം പോലെ ഭോലെ ബാബ ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. വളരെ വേദനാജനകമാണ്. മാത്രമല്ല, ഈ ദുരന്തത്തിന് കാരണക്കാരായവരെ ഒരിക്കലും വെറുതെ വിടില്ല. പോലീസിലും ഭരണകൂടത്തിലും വിശ്വാസം അർപ്പിക്കണം. തനിക്ക് വിശ്വാസമുണ്ട്, വൈകാതെ തന്നെ അതിന്റെ മുഴുവൻ കാരണക്കാരെയും പിടികൂടും എന്നുള്ളൊരു പ്രതികരണമാണ് ഭോലെ ബാബ നടത്തിയിരിക്കുന്നത്. പക്ഷേ ഉത്തർപ്രദേശ് അങ്ങനെ പ്രധാന ആൾ പിടിയിലായിരിക്കുന്നു. ഇനിയും ഭോലെ ബാബ മറവിൽ ഒളിവിലിരുന്ന കാര്യങ്ങൾ ഇങ്ങനെ അനുശോചന സന്ദേശം പോലെ പറയുകയും ചെയ്യുന്നു. ആശ്രമത്തിന് ചുറ്റും പോലീസ് വലയത്തിലാണ് എന്ന് പറയുന്നു. ഇനി എപ്പോഴായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നൊക്കെ വരുന്ന മണിക്കൂറിലും ദിവസങ്ങളിലുമൊക്കെ നമുക്കറിയാൻ കഴിയും.